ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടന അമ്മയിലെ തർക്കത്തിനും കൂട്ടരാജിക്കും പിന്നാലെ അംഗങ്ങൾക്ക് ടിനി ടോമിന്റെ തുറന്ന കത്ത് അനീതിക്കെതിരെ ശബ്ദിച്ചപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. പോലീസ് തന്നെ കുറ്റവിമുക്തനാക്കി. എല്ലാം ദൈവത്തിനും നീതിക്കും വിട്ടുകൊടുത്തു എന്നാണ് ടിനി ടോം പറയുന്നത്. ഇതൊക്കെ എപ്പോ നിന്നെ ആരാ കുറ്റവിമുക്തനാക്കിയത്? എങ്ങനെയുണ്ട്? ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല പിടിപാടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അൻസിബ കൊടുത്ത കേസൊക്കെ തള്ളിപ്പോയിന്നാണോ പറയുന്നേ? എന്റെ പൊന്നു ചേട്ടാ, ഈ നുണ പറയുമ്പോ ബുദ്ധിയും വിവരമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ബോധം വേണം കേട്ടാ. ഈ കേസ് എടുക്കാൻ സമയമായിട്ടില്ല. ആദ്യം ലക്ഷ്മിപ്രിയയുടെ കേസൊന്ന് തീരട്ടെ, അത് കഴിഞ്ഞിട്ട് എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വർഗീയവാദി എന്നൊക്കെ താങ്കൾ വിളിച്ചതിന് കൃത്യമായി ദൃക്സാക്ഷി ഉണ്ടായിട്ട് പോലും ഈ കേസ് പരിഗണിച്ചില്ല എങ്കിൽ വി ഡി സതീശനൊക്കെ വേറെ വല്ല പണിക്ക് പോകാൻ നല്ലത്. അതുപോലെ ചെന്നിത്തലയൊക്കെ വേറെ വല്ല പണിക്കും പോണ്ടി വരും. കാരണം ഒരാള് രേഖാമൂലം പരാതിപ്പെടുമ്പോ ഞാനത് കണ്ടു, ഞാനത് കേട്ടു എന്ന് പറയുന്നതിനേക്കാൾ വലുതൊന്നുമല്ല ഇവിടെ ഒരു തെളിവും. ടിനി ടോമിന്റെ കേസ് പോലും പോലീസ് എടുത്തില്ല എന്നുള്ളത് അത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാക്കാന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഊളത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അവൻ എഴുതി കൊടുത്ത പേപ്പർ ഒന്ന് നോക്കിയാലോ? നോക്കാം. ഗ്രൂപ്പിസവും പരസ്പരമുള്ള പഴിചാരലും ഒക്കെ അതിന്റെ അവസാനം ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു. അങ്ങനെ ഒരു കൂട്ടരാജി തന്നെ ഉണ്ടാകുന്നു. അഡ്ഹോക്ക് കമ്മിറ്റി നിലവിൽ വരുന്നു. ഇങ്ങനെ അഡ്ഹോക്ക് കമ്മിറ്റി വന്നതിന് ശേഷം പഴയ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ നേതൃസ്ഥാനത്ത് ഉണ്ടായിരുന്നവരൊക്കെ തന്നെ അവരുടെ വിഷമങ്ങളും അവരുടെ വേദനകളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ദിവസത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. അതിലാണ് ഇപ്പോൾ ഇന്ന് ടിനി ടോമിൻ്റെതായിട്ട് വന്നിട്ടുള്ള ഒരു തുറന്ന കത്ത്. എല്ലാവർക്കും നന്ദി. താൻ സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ താൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. ഒപ്പം തന്നെ ആരോടും പറയാതെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് പോകേണ്ടി വന്നതിൽ മനസ്താപമുണ്ട്. പക്ഷേ ഇനിയും എല്ലാവരുടെയും കൂടെ താൻ ഉണ്ടാകും എന്നുള്ളതുമാണ്. എല്ലാം ദൈവത്തിന് വിട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒപ്പം തന്നെ അൻസിബ കൊടുത്ത കേസ് കൂടി ഈ ഒരു കത്തിൽ ടിനി ടോം സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു FIR പോലും പോലീസ് ഇട്ടില്ല. അത് കള്ളമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ പോലീസ് തള്ളിക്കളയുകയായിരുന്നു എന്നുള്ളതുമാണ് ടിനി ടോം പറയുന്നത്. അപ്പോൾ സത്യം വിജയിച്ചു. തൻ്റെ ഒപ്പം തന്നെ നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ നിന്നു എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു ഉള്ളടക്കമായി പറയുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരാളെ തെറി വിളിക്കുകയാണ്, അല്ലെങ്കിൽ വർഗീയവാദിയെന്നും തീവ്രവാദിയെന്നും വിളിക്കുന്നത് കാണുന്നു. ആള് ഇനി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കേരള പോലീസ് FIR ഇടില്ലല്ലോ? ചോദിക്കുകയാണ് കേട്ടോ. കാരണം കുറെ ആളുകളുണ്ട്. ഇപ്പൊ പൂഞ്ഞാറിലുള്ള നമ്മളെ പൂഞ്ഞാറുകാരൻ PC ജോർജ്, കുറെ എണ്ണം പേരെടുത്ത് പറയണ നടേശൻ ചേട്ടായി, ഇവരൊക്കെ നിരന്തരമായി ഓരോ ഊളത്തരങ്ങൾ വിളിച്ച് പറയാറുണ്ട്. അതിനൊക്കെ FIR ഇട്ടിട്ട് അങ്ങോട്ട് വ്യത്യാസം വിടാറുണ്ട്. ഇവിടെ ഇപ്പൊ ഇങ്ങനെയാണ്. സെലിബ്രിറ്റികൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, കേസേ എടുക്കില്ല, പൊക്കോളാൻ പറയൂ അല്ലെ? ഏതെങ്കിലും ഒരു ഹിന്ദു ഒരു മുസൽമാന്റെ മുഖത്ത് നോക്കിയിട്ട് ഇതാ ഇങ്ങനെ മുഖത്ത് നോക്കിയാണ്ട് വിളിക്കുകയാണ്, അടാജി വർഗീയവാദി, അടാജി തീവ്രവാദിയാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാൻ ആളുണ്ടെങ്കിലും കേസ് എടുക്കില്ലേ? ഇതൊക്കെയാണ് അപകടം എന്ന് പറഞ്ഞാൽ. അപകടം. പേരുള്ളവനും കാശുള്ളവനും എന്തും പറയാം, എന്തും കാണിക്കാം എന്നുള്ള ആ ഊളത്തരം ഉണ്ടല്ലോ, അതൊക്കെ അവസാനിപ്പിക്കണം. ഇതൊക്കെ സാധാരണക്കാരൊന്ന് കേട്ടും കണ്ട് ഇരുന്നോളൂ കേട്ടോ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ FIR ഇടാത്തതെന്ന് അറിയാം. പക്ഷെ FIR ഇടുന്ന കാര്യമൊക്കെ അതൊക്കെ ഇടിയിക്കും. അതിനൊക്കെ അല്ലേ ഹ്യൂമൻ റൈറ്റ് ഒക്കെ ഇവിടെ ഉള്ളത്. അതൊക്കെ വരും. മറ്റൊന്ന് വന്നത് ലക്ഷ്മിപ്രിയയുടേതായിട്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഈ അമ്മയിലെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് വരുന്നത്. ഇപ്പോൾ പൊന്നമ്മ ബാബു അടക്കമുള്ള 3 പേരുടെ പേര് പറയുന്നുണ്ട് ലക്ഷ്മിപ്രിയ. അവർ താൻ മരിച്ചാൽ പോലും വരരുത്, തൻ്റെ പടി കടന്നവർ വരരുത്, തന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രമേ വരാവൂ എന്നടക്കമുള്ള വളരെ വൈകാരികമായിട്ടുള്ള ഒരു കുറിപ്പാണ്. ഈ അമ്മയുടേതായിട്ടുള്ള ഇൻഷുറൻസോ മറ്റോ ഒരു സഹായവും തനിക്ക് ഇനി വേണ്ട, ഒരു റീത്ത് പോലും തനിക്ക് ആവശ്യമില്ല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. വൈകാരികമായിട്ടുള്ള ആ ഒരു കുറിപ്പ് വന്നു. ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവരൊക്കെ ആരാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? പൊന്നമ്മ ബാബു മാത്രമല്ലല്ലോ, മലയാളികൾ ഒന്നടങ്കം അൻസിബയുടെ കൂടെ അല്ലേ നിന്നിട്ടുള്ളത്? നിങ്ങളുടെ ഒരു ഡയലോഗ് അടി കാരണം നിങ്ങൾ എന്തിനാണെന്ന കേസ് കൊടുത്തത്? കേസ് കൊടുക്കാതെ പരിഹരിക്കാവുന്ന ഒരു വിഷയമല്ലേ? കേസ് കൊടുത്തിട്ടല്ലേ ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത്? അപ്പോ നിങ്ങളുടെ മരണത്തിൽ ആരും വരരുത് എന്നുള്ളത്. സ്വന്തം നിഴല് തിരിഞ്ഞു നോക്കി നോക്കിട്ടോ, സ്വന്തം നിഴൽ അവിടെ ഉണ്ടോ എന്നുള്ളത്. അതിന് പോലും ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. അത്രക്ക് നല്ല പേഴ്സണാലിറ്റി ആണല്ലോ. പരസ്പരം ഉണ്ടായിരുന്ന ആ ഒരു ഭരണസമിതി അത് നേതൃത്വപരമായിട്ട് വലിയ അപമാനം അംഗങ്ങൾക്ക് പൊതുവെ ഉണ്ടാക്കി, അതുകൊണ്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കണക്കുകൾ, അതിലെ മറ്റ് കാര്യങ്ങൾ, ഇപ്പോഴുള്ള ഭരണസമിതിക്ക് മുൻപുണ്ടായിരുന്ന ചില കണക്കുകളിലെ പാകപ്പിഴവുണ്ട് എന്നുള്ളത് കൂടി ഇന്നലെ ശ്വേത മേനോൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും മാധ്യമങ്ങളെ പിന്നീട് കാണാൻ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ ഇന്നൊരു വാർത്താ സമ്മേളനത്തിനുള്ള സാധ്യത കൂടിയുണ്ട്. അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ലാതെ ജനറൽ ബോഡിയിൽ നിന്ന് നീതി കിട്ടി എന്നുള്ളത് അൻസിബ പറയുന്നു. പക്ഷേ ഒരു അജണ്ട തീരുമാനിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ പ്രവർത്തനം എന്നുള്ളതാണ് ഈ ശ്വേതാ മേനോന്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അത് മാത്രമല്ല, ഇതിനു മുൻപ് ഇവിടെ നിന്ന്, അതായത് അമ്മയിൽ നിന്ന് രാജിവെച്ചു പോയ സ്ത്രീകൾ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നൊരു വരി ഇന്നലെ
ശ്വേതാ മേനോൻ പറഞ്ഞിട്ടുണ്ട്. അത് WCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും വരും ദിവസങ്ങളിലെ നീക്കം എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഉടൻ തന്നെ അഡ്ഹോക്ക് കമ്മിറ്റി ചേരാനും മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്ന് തീരുമാനിക്കാനുമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഞാൻ കൂടുതലായിട്ട് കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ അൻസിബക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ നീതി കിട്ടിയില്ല. ഇവിടെ ടിനി ടോമിനെ വെറുതെ വിട്ടെങ്കിൽ തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല. മുഖത്ത് നോക്കിയിട്ട് വിളിച്ചു എന്നാണ് പറഞ്ഞത് വർഗീയവാദി എന്നുള്ളതൊക്കെ. അതുപോലെ ലക്ഷ്മിപ്രിയ എന്ന് പറഞ്ഞത് ഇവരുടെ പിന്നിൽ ഇത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇവരെ രണ്ടുപേരെ ആരാടാ സപ്പോർട്ട് ചെയ്യുന്നത്? പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതാണ് WCCയിൽ പോയി പരാതി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത്. WCCക്ക് പരാതി കൊടുക്കൂ, നിങ്ങൾ ഹേമ കമ്മിറ്റി റീഓപ്പൺ ചെയ്യൂ, ഇതൊക്കെ ജനങ്ങളെ അറിയിക്കണം. ഇതൊക്കെ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഏതൊരു മേഖലയിലാണെന്നുണ്ടെങ്കിലും ഇത്തരം അനീതികൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നടക്കുന്നത് ഓളത്തര. എന്താണ് 67 ലക്ഷം രൂപയുടെ ഒരു ഇടപാട് നടന്നു എന്ന് ബാബുരാജ് ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ. അതൊന്നും കൂടാതെ ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി കയ്യോടെ എന്നൊരു കാര്യം പറയുന്നുണ്ട്. ചെക്ക് വാങ്ങിയില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ടാവും അല്ലെ? ഒരു സംഘടനാ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നതുമാണ് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും കൃത്യമായ ഓഡിറ്റിങ്ങും കൃത്യമായ ഡാറ്റ രേഖകളില്ലാതെ ഒരു രൂപ പോലും കൈപ്പറ്റാൻ പാടില്ല. അപ്പൊ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു മനുഷ്യന്മാര് പോലും അൻസിബക്ക് എതിരെ ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യം എന്നുള്ളതാണ്. ആകെ സംസാരിക്കുന്ന ആള് അത് ഈ പറയുന്ന ലക്ഷ്മിപ്രിയയാണ് എന്നുള്ളത്. വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? എന്തായാലും തെളിവുകൾ ഉണ്ടായിട്ട് പോലും ടിനി ടോമിനെ വെറുതെ വിടുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ റൈറ്റ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുക തന്നെ ചെയ്യും. ഹ്യൂമൻ റൈറ്റിന്റെ കൃത്യമായ പിന്തുണ അത് അൻസിബക്ക് ഉണ്ടാവും. ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ അൻസിബക്ക് സപ്പോർട്ട് ചെയ്യും. ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന ഹാഷ്ടാഗ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ നീതി കിട്ടുക തന്നെ വേണം. ഇന്നൊരു സെലിബ്രിറ്റിക്ക് പോലും നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണക്കാരുടെ അവസ്ഥയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ഒരു സെലിബ്രിറ്റിക്ക് എതിരെ കേരള പോലീസ് FIR പോലും ഇടാൻ മടിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വലിയ അപകടം പിടിച്ച ഒരു നാട്ടിലാണ് ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെടണം. വനിതാ കമ്മീഷൻ ഇടപെടണം. ഹ്യൂമൻ റൈറ്റ് ഇടപെടണം. അൻസിബക്ക് നീതി വാങ്ങിക്കൊടുക്കുക തന്നെ വേണം. നമ്മുടെ ഒരു EC മീറ്റിംഗിന് ശേഷം അൻസിബ പെട്ടെന്ന് പോകേണ്ടി വന്നു. ബിക്കോസ് നോമ്പിന്റെ സമയമായിരുന്നു. ഇനി വളരെ മോശമായിട്ട് അൻസിബയെ അച്ചുവെച്ച് സംസാരിച്ചു. ഇങ്ങനെ DNA ശരിയല്ല. അത് കേട്ടവർ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ ടിനി ടോമിനോട് പറഞ്ഞു, ടിനി ഞാൻ ഇത് അൻസിബയെ വിളിച്ച് പറയാൻ പോവാ. ടിനിയുടെ മുന്നിൽ നിന്നിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ടിനി കാണുന്നത് തന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്നിട്ടാണ് ഞാൻ അൻസിബയെ ഫോൺ ചെയ്യുന്നത്. അത് ഒരു പ്രാവശ്യമല്ല, അവളെ DNA ശരിയല്ല എന്ന് 3-4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ കോൾ ചെയ്യുന്നത്. അൻസിബ ഇത് എവിടെ വെച്ച് അൻസിബ ഇത് പറഞ്ഞാലും ആര് കേട്ടു എന്ന് ചോദിച്ചാല് ഞാൻ പറയും ഞാൻ കേട്ടു എന്ന്. പിന്നീട് ഈ വകയിലെ അറ്റാക്കും അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലേഡീസ്, പ്രത്യേകിച്ച് എന്നോട് അൻസിബയോട് ടുവേർഡ്സ് നമ്മുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനോടും അതേ അഗ്രസീവ് നേച്ചർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്നത്തെ ദിവസം അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു ദിവസം ഒരു കോൺവെർസേഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു 3-4 പേരായിട്ട്. ആ റൂമിലേക്ക് ഞാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇവരുടെ സംസാരമാണ് ഈ വർത്തമാനം. ടിനിയും ലക്ഷ്മിപ്രിയും ഒരേ നേച്ചറിൽ ഇതുപോലെ പലരോടും സംസാരിക്കാറുണ്ട്. ആരും അവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാറ്റി നിർത്തണം. അതിനുള്ള ചങ്കൂറ്റം ഉണ്ടാവണം. കുറച്ചൊരു ബഹുമാനമുള്ളത് പ്രസിഡന്റിന്റെ അടുത്താണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. അൻസിബ രാജിവെച്ചപ്പോൾ അവിടെ സന്തോഷം പ്രകടിപ്പിച്ചു 2-3 പേരെന്ന് ഞാൻ അറിഞ്ഞു. അടുത്ത സന്തോഷം ഞാൻ രാജിവെക്കുമ്പോൾ അവർ പ്രകടിപ്പിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും. തെറ്റ് പറ്റിപ്പോയി. എന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്ത, അങ്ങനെ പറയാൻ പാടില്ലാത്തത് എന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയി. മനുഷ്യനല്ലേ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.